സോ മക്കളെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഡൈപോൾ മൊമെന്റ് അല്ലെങ്കിൽ പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസിൻ്റെയും എണ്ണം എടുക്കാനാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷൻ പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസ് എന്ന സെക്ഷനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ടത് ഡൈപോൾ മൊമെന്റ് 0 ആണെങ്കിൽ അതെന്തായിരിക്കണം? നോൺ പോളാർ ആയിരിക്കണം. ഡൈപോൾ മൊമെന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് പോളാർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു സ്പീഷീസുകളുടെ എണ്ണമാണ് നമുക്കിവിടെ കൗണ്ട് ചെയ്തെടുക്കേണ്ടത്. സോ ക്വസ്റ്റ്യൻ നോക്കുക. ദ നമ്പർ ഓഫ് നോൺ പോളാർ മോളിക്യൂൾസ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നതിൽ നോൺ പോളാർ മോളിക്യൂൾസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്താ മക്കളെ തന്നിരിക്കുന്നത്? എച്ച് എഫ് എത്രയായിരിക്കും? എച്ച് എഫിൻ്റെ നോൺ പോളാർ മോളിക്യൂൾ ആണോ? എച്ച് എഫ് ഒരു നോൺ പോളാർ പോളാർ മോളിക്യൂൾ ആണ്. കാരണം ഫ്ലൂറിന് അൾട്ടർനേറ്റിവിറ്റി കൂടുതലാണ്, ഫ്ലൂറിൻ്റെ സൈഡിലേക്ക് വലിക്കും. സോ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആവില്ല, അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാവും. H2O കേസിൽ 2 ലോൺ പെയറും 2 ബോൺ പെയറും, അത് ഹൈഡ്രജൻ വെച്ചിട്ടുള്ളത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യൊന്നുമില്ല. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഒരു പോളാർ മോളിക്യൂൾ ആയിരിക്കും. SO2 വരുന്ന കേസിൽ SO2 2 ഡബിൾ ബോണ്ട് ഓയും 1 ലോൺ പെയറും വരുന്നുണ്ട്. വിച്ച് മീൻസ് അവിടെ നമുക്ക് എന്താണ്? പൊളാരിറ്റി ഉണ്ടാവും, ഒരു പോളാർ മോളിക്യൂൾ ആയിരിക്കും. ഇനി H2 വരുമ്പോൾ അതെന്താ ചേരുന്നത്? H2ൻ്റെ കേസിൽ അതൊരു ഹോമോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂളാണ്. അതായത് ഒരേപോലെയാണ് 2 സ്ഥലത്തേക്കും പുള്ളി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നോൺ പോളാർ മോളിക്യൂൾ ആയിരിക്കും. ഇനി മക്കളെ, നിങ്ങൾ CO2ൻ്റെ കേസിൽ CO2ൻ്റെ എന്താ വരിക? CO2ൻ്റെ സ്ട്രക്ചർ പ്രകാരം C ഡബിൾ ബോണ്ട് O ആണ്. സോ ഇങ്ങോട്ടേക്ക് ഒരു പുള്ളും ഇങ്ങോട്ടേക്ക് ഒരു പുള്ളും, ഇത് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് μ ഈക്വൽ ടു 0 എന്ന് കിട്ടും. വിച്ച് മീൻസ് ഇതും ഒരു നോൺ പോളാർ ആണ്. ഇനി നിങ്ങൾ CH4 എടുത്തു കഴിഞ്ഞാൽ മീഥേൻ്റെ എങ്ങനെയാണ് വരിക? CH4ൻ്റെ സ്ട്രക്ചറിൽ ഏകദേശം നമുക്കിങ്ങനെ എടുക്കാം. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് മേലേക്കുള്ളതും താഴേക്കുള്ളതും നെറ്റ് എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് വരും. വിച്ച് മീൻസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതൊരു നോൺ പോളാർ ആണെന്ന് കിട്ടും. ഇനി അടുത്ത് ചെയ്ത മക്കളെ NH3യിൽ എന്താ സംഭവിക്കുക? നൈട്രജൻ മേലേക്ക് ഒരു ലോൺ പെയർ, താഴേക്ക് ഒരു ഹൈഡ്രജൻ. ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണോ? അല്ല. വിച്ച് മീൻസ് ഇവിടെ μ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ അവിടെ നമുക്ക് എന്താ കിട്ടുക? ഇറ്റ് വിൽ ബിക്കം പോളാർ. HF പോലെ തന്നെയാണ് HClൻ്റെ കേസിലും, അവിടെ നമുക്ക് എന്ത് കിട്ടുള്ളൂ? പോളാർ. കാരണം ഇവിടെ എന്താ സംഭവിക്കുന്നത് മക്കളെ? CLൻ്റെ അടുത്തേക്ക് ഒരു വലി മാത്രം. സോ അവിടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അടുത്തത് CHCl3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർബൺ, ഇവിടെ ഒരു CL ഇവിടെ ഒരു H എടുക്കുന്നു. നിങ്ങൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഈ നെറ്റ് ഡൈപോൾ മൊമെൻറ്റിൻ്റെ വാല്യൂസ് എന്ത് വരില്ല? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. വിച്ച് മീൻസ് അതും നമുക്ക് എന്താണ്? ഒരു പോളാർ സ്പീഷീസ് ആയിരിക്കും. ഇനി BF3 എങ്ങനെ സംഭവിക്കുക മക്കളെ? 120 ഡിഗ്രിയിൽ എഫുകൾ, ഇവിടെ നെറ്റ് ഇങ്ങോട്ടേക്കും ഇത് ഇങ്ങോട്ടേക്കും ആയിരിക്കും. സോ നെറ്റ് ഡൈപോൾ മൊമെൻറ്റ് ഈക്വൽ ടു 0 ആണ്. സോ ഇറ്റ് വിൽ ബി എ നോൺ പോളാർ സ്പീഷീസ്. സോ ഇവിടുത്തെ നോൺ പോളാർ സ്പീഷീസുകളുടെ എണ്ണം നിങ്ങൾ എടുത്താൽ H2 1, CO2 1, CH4 1, BF3 1. ടോട്ടലി എത്ര വരും മക്കളെ? ടോട്ടലി നമുക്ക് 4 സ്പീഷീസുകളാണ് വരിക. സോ യു ക്യാൻ ചൂസ് ദ ആൻസർ ആസ് 4.